ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് കൺജങ്ഷൻസിനെ കുറിച്ചാണ്. കൺജങ്ഷൻസ് നമുക്കെല്ലാവർക്കും അറിയാം, ഒരുപാട് ഉപയോഗമുള്ള അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് എഴുതുന്ന സമയത്ത് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു വിഭാഗമാണ് ഇംഗ്ലീഷ് കൺജങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു വാക്കായിരിക്കാം, അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫ്രേസ് ആയിരിക്കാം. ഓക്കെ, നമുക്കിവിടെ നോക്കാം ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കൺജങ്ഷൻസ് എന്ന്. നമ്മളിവിടെ കാണുന്നുണ്ട് ആൻഡ്, അതുപോലെ തന്നെ ബട്ട്, അതുപോലെ തന്നെ സോ, ഓർ. ഇതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് കൺജങ്ഷൻസ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന്. രണ്ട് സെന്റൻസുകൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്, മെർജ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത്. നമുക്കിവിടെ നോക്കാം. ആൻഡ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് സിമിലിയർ ആയിട്ടുള്ള സെന്റൻസുകൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം സിമിലിയർ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഉദാഹരണത്തിന്, ഒരേ രീതിയിലുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുകയാണെന്ന് വിചാരിക്കാം. ഒരേ കണ്ടന്റ് ആണ്, രണ്ട് കാര്യങ്ങളാണ് പറയുന്നതെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ, ഐ വെന്റ് ടു USA. ഐ വെന്റ് ടു USA. മൈ വൈഫ് വെന്റ് ടു USA. ഞാൻ പറഞ്ഞു, ഞാൻ USA പോയി, എൻ്റെ ഭാര്യയും USA പോയി. ഇത് രണ്ടും സെയിം കണ്ടന്റ് അല്ലേ? USA പോയി എന്നുള്ളത് സെയിം കണ്ടന്റ് ആണ്. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ ഞാൻ USA പോയി, അതുപോലെ തന്നെ എൻ്റെ ഭാര്യ, മൈ വൈഫ് വെന്റ് ടു USA, എൻ്റെ ഭാര്യയും USA പോയി. ഇങ്ങനെ പറയുന്നതിന് പകരം ഞാനും എൻ്റെ ഭാര്യയും USA പോയി എന്ന് നമുക്ക് പറഞ്ഞൂടെ? ഈ രണ്ട് സെയിം കണ്ടന്റ് നമുക്ക് മെർജ് ചെയ്ത് ഒന്നാക്കിയിട്ട് പറയാം. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഒരു വേർഡ് ഏതാണ്? ആൻഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഐ ആൻഡ് മൈ വൈഫ് വെന്റ് ടു USA. ഐ ആൻഡ് മൈ വൈഫ് വെന്റ് ടു USA. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻസിൽ പെട്ടത് ആൻഡ് എന്ന ഈ ഒരു വാക്കാണ്. അടുത്തതായി നമുക്ക് പറയാനുള്ള കൺജങ്ഷൻ എന്ന് പറയുന്നത് ബട്ട് ആണ്. എവിടെയാണ് നമ്മൾ ബട്ട് ഉപയോഗിക്കുന്നത്? ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് സെന്റൻസുകൾ അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ ബട്ട് ഉപയോഗിക്കുന്നത്, അല്ലെ? ബട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ എന്നാണല്ലോ അർത്ഥം. ഉദാഹരണത്തിന്, നമ്മൾ ഒരാളെ കുറിച്ച് പറയാണ്, അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആണ്, അദ്ദേഹം വളരെ കൈൻഡ് ആണ്, അല്ലെ? ഹി ഈസ് വെരി സ്ട്രിക്റ്റ്, ഹി ഈസ് വെരി കൈൻഡ്. ഹി ഈസ് വെരി സ്ട്രിക്റ്റ്, ഹി ഈസ് വെരി കൈൻഡ്. അപ്പൊ നമ്മൾ രണ്ട് ഓപ്പോസിറ്റ് ആയ ക്വാളിറ്റികളാണ് പറയുന്നത്, അല്ലെ? വളരെ സ്ട്രിക്റ്റ് ആണെന്ന് പറയുന്നത് ഒരു രീതിയാണ്, എന്നാൽ കൈൻഡ് ആണെന്ന് പറയുന്നത് സ്വഭാവത്തിന്റെ മറ്റൊരു ഗുണവുമാണ്, അല്ലെ? ഇത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടറിസ്റ്റിക്സുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് പറയുന്ന സമയത്ത് നമുക്കിവിടെ ബട്ട് ഉപയോഗിച്ചിട്ടാണ് പറയാൻ പറ്റുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹി ഈസ് വെരി സ്ട്രിക്റ്റ് ബട്ട് വെരി കൈൻഡ്. ഹി ഈസ് വെരി സ്ട്രിക്റ്റ് ബട്ട് വെരി കൈൻഡ്. അത് വളരെ സ്ട്രിക്റ്റ് ആണ്, പക്ഷെ വളരെ കൈൻഡ് ആണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അവിടെ നമ്മൾ കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ബട്ട് ആണ്. ഇനി മറ്റൊരു സെന്റൻസ് നമുക്ക് നോക്കാം. ഹി ഈസ് വെരി വീക്ക്, ഹി ഈസ് വെരി ഇന്റലിജന്റ്. ഹി ഈസ് വെരി വീക്ക്, ഹി ഈസ് വെരി ഇന്റലിജന്റ്. അയാൾ വീക്കാണ്, അയാൾ വളരെ ബുദ്ധിമാനാണ്. ഇത് രണ്ടും ഡിഫറെന്റ് ആയ ക്വാളിറ്റീസ് ആണ്. ശാരീരികമായ ഒരു വീക്ക്നെസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും അയാൾക്ക് നല്ല ബുദ്ധിയുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ ഇത് പറയുന്ന സമയത്ത് നമുക്ക് ഡിഫറെന്റ് ആയ ക്വാളിറ്റീസ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ബട്ട് ആണ് ഉപയോഗിക്കുന്നത്. ഹി ഈസ് വെരി വീക്ക് ബട്ട് ഇന്റലിജന്റ്. ഹി ഈസ് വെരി വീക്ക് ബട്ട് ഇന്റലിജന്റ്. അദ്ദേഹം വളരെ വീക്കാണ് ശാരീരികമായി, പക്ഷെ വളരെ ബുദ്ധിമാനാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ബട്ട് എന്ന് പറയുന്ന കൺജങ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്തായി നമ്മൾ പറയാൻ പോകുന്നത് സോ ആണ്. എന്താണ് സോ? പർപ്പസ് പറയുന്ന സമയത്താണ് നമ്മൾ സോ എന്ന കൺജങ്ഷൻ ഉപയോഗിക്കുന്നത്. പർപ്പസ്. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം നോക്കാം. പ്ലീസ് റൈറ്റ് ഡൗൺ ദ അഡ്രസ്. പ്ലീസ് റൈറ്റ് ഡൗൺ ദ അഡ്രസ്. വി ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. റൈറ്റ് ഡൗൺ ദ അഡ്രസ്. വി ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്. ദയവ് ചെയ്ത് ആ അഡ്രസ് എഴുതിയെടുക്കുക, നമ്മൾ മറക്കാൻ പാടില്ല. അപ്പൊ ഇത് രണ്ട് സെന്റൻസുകളാണ്. അപ്പൊ നമ്മളിവിടെ സോ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത്തരത്തിലാണ് നമ്മൾ അതിനെ പറയുന്നത്. പ്ലീസ് റൈറ്റ് ഡൗൺ ദ അഡ്രസ് സോ വി ഡോണ്ട് ഫോർഗെറ്റ്. ദയവ് ചെയ്ത് ആ അഡ്രസ് എഴുതിയെടുക്കുക, അതുകൊണ്ട് നമ്മളത് മറക്കില്ല. എഴുതിയെടുക്കുകയാണെങ്കിൽ നമ്മളത് മറക്കില്ല, അല്ലെ? അത് എഴുതിയെടുക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? മറക്കുന്നില്ല. സോ എന്നുള്ള കൺജങ്ഷൻ ആണ് അവിടെ നമ്മൾ ചേർത്തത്. പ്ലീസ് റൈറ്റ് ഡൗൺ ദ അഡ്രസ് സോ വി ഡോണ്ട് ഫോർഗെറ്റ് ഇറ്റ്.
അതുകൊണ്ട് നമ്മളത് മറക്കില്ല. അപ്പൊ ഇത്തരം പർപ്പസുകൾ പറയുന്ന സെന്റൻസുകളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സോ എന്ന് പറയുന്ന കൺജങ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത് ഓർ ആണ്. എവിടെയാണ് നമ്മൾ ഓർ എന്ന് പറയുന്ന ഈ കൺജങ്ഷൻ ഉപയോഗിക്കുന്നത്? ഒരു ചോയ്സ് പറയുന്ന സമയത്ത്, അല്ലെ, ചോയ്സ് പറയുന്ന സമയത്താണ് നമ്മൾ ഓർ ഉപയോഗിക്കുന്നത്. ഇതല്ലെങ്കിൽ അത്, ഇതല്ലെങ്കിൽ അത്. നമുക്ക് രണ്ട് സെന്റൻസുകൾ നോക്കാം. യു ക്യാൻ പ്രിഫർ ടീ, യു ക്യാൻ പ്രിഫർ കോഫി. നിങ്ങൾക്ക് ചായ സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് കോഫി സെലക്ട് ചെയ്യാം. ഇത് രണ്ട് പ്രിഫറൻസുകളാണ്, അല്ലെ, രണ്ട് ചോയ്സുകളാണ്. ഇവിടെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ ഓർ വെച്ചിട്ടാണ് നമ്മൾ ഈ സെന്റൻസ് പറയുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പറയാ? യു ക്യാൻ പ്രിഫർ ടീ ഓർ കോഫി, യു ക്യാൻ പ്രിഫർ ടീ ഓർ കോഫി. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്താണ് ഉപയോഗിച്ചത്? ഒരു ചോയ്സ് ആയിട്ടുള്ള ഓർ എന്ന് പറയുന്ന കൺജങ്ഷൻ ആണ് ഇവിടെ ഉപയോഗിച്ചത്. അപ്പൊ നമ്മൾ 4 കൺജങ്ഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ട്. ആദ്യം നമ്മൾ പറഞ്ഞത് ആൻഡ് ആണ്. ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെ സിമിലിയർ ആയിട്ടുള്ള ഐഡിയകൾ കമ്പൈൻ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ പറഞ്ഞത് ബട്ട് ആണ്. നേരെ വിപരീതം, ഡിഫറെന്റ് ആയിട്ടുള്ള കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് സെന്റൻസുകൾ നമ്മൾ മെർജ് ചെയ്ത് കമ്പൈൻ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ പറഞ്ഞു സോ. സോ നമ്മൾ ഉപയോഗിക്കുന്നത് പർപ്പസുകൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ പർപ്പസുകളായിട്ടുള്ള സെന്റൻസുകൾ പറയുന്നിടത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവ രണ്ടും നമ്മൾ കമ്പൈൻ ചെയ്ത് എഴുതുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് സോ എന്നുള്ള കൺജങ്ഷൻ ആണ്. അവസാനമായി നമ്മൾ പറഞ്ഞത് ഓർ ആണ്. ഓർ എന്ന് പറയുന്നത് ചോയ്സുകളെ പറ്റി പറയുന്നതാണ്. നമ്മൾ ചോയ്സുകളായിട്ടുള്ള സെന്റൻസുകൾ ഇതുപോലെ പറയുന്ന സമയത്ത് നമ്മൾ അത് കമ്പൈൻ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? യെസ്, നമ്മൾ ഓർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷ് കൺജങ്ഷൻസിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. കൂടാതെ ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ കമന്റുകളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.